സലഫുകൾ അവർ പറയാറുണ്ട്, അവർ ശുക്രിനെ അൽ ഹാഫിദ് എന്നും അതുപോലെ അൽ ജാലിബ് എന്നീ പേരുകൾ അവർ വിളിക്കാറുണ്ട്. അൽ ഹാഫിദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ച് നിർത്തുന്നത്. നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുമ്പോൾ നമ്മുടെ നിഅമത്തുകളെ അള്ളാഹു അത് സംരക്ഷിക്കുന്നതാണ്, അത് നീങ്ങിപ്പോകാതെ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നതാണ്. ഈ ഒരർത്ഥത്തിൽ ശുക്രിനെ അൽ ഹാഫിദ് എന്ന് അവർ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അൽ ജാലിബ്, ജാലിബ് എന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് നന്മകൾ കൊണ്ടുവരുന്നതാണ് ശുക്ർ എന്ന് പറയുന്നത്. നാം അള്ളാഹുവിനോട് നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ കാണിച്ചാൽ അള്ളാഹു നമുക്ക് വീണ്ടും നൽകുന്നതാണ്. ആ നിഅമത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ്. അള്ളാഹു പറഞ്ഞതായി കാണാം, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും ശുക്ർ കാണിച്ചാൽ, നന്ദി കാണിച്ചാൽ അതിന്റെ ഉപകാരം, അതിന്റെ ഗുണം ആ ശുക്ർ ചെയ്തവന് തന്നെയാണ് ലഭിക്കുന്നത്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. എന്നാൽ ഒരാൾ ശുക്ർ കാണിക്കാതെ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗനിയാണ്, അവൻ ധന്യനാണ്, അവൻ ഒരാളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ശുക്ർ കാണിക്കുന്നത് അതിന്റെ നേട്ടം, അതിന്റെ ഉപകാരം അത് നമുക്ക് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കുക എന്നത് ആ നിഅമത്തുകൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി